ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് കുടുംബശ്രീ മാതൃകയിൽ അവരുടെ സ്വാശ്രയ സംഘങ്ങളുടെ നെറ്റ്വർക്ക് സംസ്ഥാനത്ത് നിലവിൽ വരികയാണ്. സ്വയം സഹായ സംഘങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ മിഷൻ സ്ഥാപിക്കപ്പെടുന്നത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പുതിയ ഒരു സംരംഭം എന്ന നിലയിലാണ് സുശക്തി മിഷൻ ആരംഭിക്കുന്നത്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 2026 മാർച്ച് 9 ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമിടുന്ന ഒരു ചരിത്ര സംരംഭമായാണ് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ ശ്രീ വി ശിവൻകുട്ടി, ശ്രീ GR അനിൽ എന്നിവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഭിന്നശേഷി മേഖലയിലെ സംഘടനാ പ്രതിനിധികളും അതിൽ പങ്കെടുക്കും. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് ഇതിന്റെ പ്രാരംഭഘട്ട നിർവഹണ ചുമതല വഹിക്കുന്നത്. ബൈലോ തയ്യാറാക്കുന്നതിനും പ്രാരംഭ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമെല്ലാം മുൻകൈ എടുത്തത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ്. സ്വാശ്രയ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സുശക്തി സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിൽ സമഗ്രമായ വിധത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് അവരുടെ സാമൂഹികവും സാമ്പത്തികവും മാനസികവും കലാപരവും കായികപരവും സാംസ്കാരികവുമെല്ലാമായ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നതാണ് സുശക്തിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. വരുമാനദായകമായ തൊഴിൽ സംരംഭങ്ങളിലേക്കോ സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്കോ അവരെ കൊണ്ടുപോകുക എന്നുള്ളത് കൂടി ഇതിന്റെ ലക്ഷ്യമാണ്. ഭിന്നശേഷി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായിട്ടുള്ള വിവിധ പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള വ്യത്യസ്തങ്ങളായ ഏജൻസികൾ നടപ്പാക്കുന്ന പദ്ധതികൾ കൂടുതൽ കൃത്യതയോടെ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിനും ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായി സാധിക്കും. ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളും വ്യക്തികളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ബ്രാൻഡ് ചെയ്ത് അവയുടെ വിപണന സാധ്യതകൾ മെച്ചപ്പെടുത്തുക സുശക്തിയുടെ മുഖ്യ ലക്ഷ്യമാണ്. അംഗങ്ങൾക്ക് വരുമാനദായകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള പ്രോത്സാഹനവും പിന്തുണയും ഈ സ്വയം സഹായ സംഘങ്ങളിലൂടെ നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതര ഏജൻസികൾ എന്നിവയുടെ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും തൊഴിൽ പുനരധിവാസ പദ്ധതികളും ഏറ്റെടുത്ത് സുശക്തി അംഗങ്ങൾക്ക് സ്ഥിരമായ ഉപജീവന സൗകര്യം ഉറപ്പാക്കുക എന്നുള്ളത് ഇതിന്റെ സുപ്രധാനമായ ഒരു ലക്ഷ്യമാണ്. അതായത് കുടുംബശ്രീ എപ്രകാരമാണോ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും എല്ലാം വർദ്ധിപ്പിക്കുകയും അവർക്ക് വരുമാനദായകമായ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്തത്, അതേ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സുശക്തി സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് 2025 അനുസരിച്ചാണ് സുശക്തി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് ഏജൻസികളുടെയും സാമ്പത്തിക വികസനവും സാമൂഹിക നീതിയും ലക്ഷ്യം വെച്ചുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ സുശക്തി പങ്കാളിത്തം വഹിക്കും. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം, ഭിന്നശേഷി സൗഹൃദ ഭൗതിക സാഹചര്യങ്ങളും അന്തരീക്ഷവും ഒരുക്കൽ, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ ലഘൂകരണം, ആതുര സേവനം, സാമൂഹ്യ നീതി, സദ്ഭരണം തുടങ്ങിയ മേഖലകളിലെ വികസന പദ്ധതികളുടെ
ആസൂത്രണ നിർവഹണ പ്രവർത്തനങ്ങളിലും സുശക്തി അംഗങ്ങൾ പങ്കാളികളാണ്. ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ വ്യക്തികളെയും സുശക്തി അംഗത്വത്തിന് അർഹതയുള്ള അവരുടെ രക്ഷാകർത്താക്കളെയും ഉൾപ്പെടുത്തിയാണ് സുശക്തി സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുക. അതായത് ബൗദ്ധികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ഈ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാൻ കഴിയാത്തവരുടെ രക്ഷകർത്താക്കളെ കൂടി ഇതിന്റെ ഭാഗമാക്കുകയാണ്. സുശക്തി സ്വയം സഹായ സംഘത്തിന്റെ പരിധിയിൽ സ്ഥിരതാമസക്കാരായ 40% അതിൽ കൂടുതലോ ശാരീരിക മാനസിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയോ ആയിട്ടുള്ള 10 മുതൽ 20 വരെ ഉള്ള വ്യക്തികളുടെ കൂട്ടായ്മയായാണ് ഓരോ സുശക്തി യൂണിറ്റും വിഭാവനം ചെയ്യപ്പെടുന്നത്. സുശക്തി യൂണിറ്റുകളുടെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ അപ്പെക്സ് ബോഡിയായി സുശക്തി ലോക്കൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രവർത്തിക്കും. ഒരു ജില്ലയിലെ സുശക്തി ലോക്കൽ ഡെവലപ്മെന്റ് സൊസൈറ്റികളുടെ സെക്രട്ടറിമാരിൽ നിന്നോ പ്രസിഡന്റുമാരിൽ നിന്നോ സുശക്തി സംസ്ഥാന മിഷന്റെ ഗവേണിംഗ് ബോഡി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ചെയർമാൻ ഉൾപ്പെടെ പരമാവധി 15 അംഗങ്ങൾ അടങ്ങിയതായിരിക്കും സുശക്തി ജില്ലാ ഘടകം. ജില്ലയിലെ സുശക്തി ലോക്കൽ ഡെവലപ്മെന്റ് സൊസൈറ്റികളുടെയും സുശക്തി യൂണിറ്റുകളുടെയും പ്രവർത്തനത്തിന് സുശക്തി ജില്ലാ ഘടകം മേൽനോട്ടം വഹിക്കും. ജില്ലയിലെ സുശക്തി യൂണിറ്റുകളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ഭിന്നശേഷി അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളും ജില്ലാ ഘടകം വിലയിരുത്തുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ജില്ലയിലെ സുശക്തി ലോക്കൽ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്കും സുശക്തി യൂണിറ്റുകൾക്കും ബാങ്ക് ലിങ്കേജ് വായ്പ ലഭ്യമാക്കുന്നതിന് ഈ ഘടകം മേൽനോട്ടം വഹിക്കും. സംസ്ഥാനതല സുശക്തിക്ക് സാമൂഹ്യനീതി മന്ത്രി ചെയർപേഴ്സണായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഗവേണിംഗ് ബോഡിയും ഉണ്ടാകും. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, സെക്രട്ടറി, ഭിന്നശേഷി കോർപ്പറേഷൻ ചെയർപേഴ്സൺ, മാനേജിംഗ് ഡയറക്ടർ എന്നിവരുൾപ്പെടെ 9 അംഗങ്ങൾ ചേർന്നതാണ് മിഷന്റെ പ്രാഥമിക അംഗഘടന. പ്രാഥമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ബോഡി. യൂണിറ്റ് തലത്തിലെ അംഗങ്ങളുടെ ഇടയിൽ നിക്ഷേപം, സമ്പാദ്യം, മിതവ്യയ വായ്പ തുടങ്ങിയ എല്ലാവിധ ധനവിനിയോഗ പരിപാടികളും കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നുള്ളത് സുശക്തി നെറ്റ്വർക്കിന്റെ ചുമതലയായിരിക്കും. ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ ആയ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സാമൂഹികവും സാമ്പത്തികവും സാങ്കേതികവുമായ സ്വാശ്രയത്വം ആർജിക്കാൻ കഴിയുന്ന വിധത്തിൽ ആശയപരവും ശാസ്ത്രീയവും സാങ്കേതികവുമായ പരിശീലനങ്ങൾ ഈ നെറ്റ്വർക്കിലൂടെ നൽകും. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക അറിവുകളെയും അവയുടെ സാധ്യതകളെയും പരിചയപ്പെടുത്തി അവ പ്രയോഗതലത്തിൽ കൊണ്ടുവന്ന് സ്വന്തം വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും സാധ്യതകളാക്കി മാറ്റി പൊതുസമൂഹത്തിന് മാതൃകയാക്കാവുന്ന തലത്തിലേക്ക് സുശക്തി അംഗങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ ആയ വെല്ലുവിളികൾ നേരിടുന്നവർ പൊതുസമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള പൊതുബോധം ഈ വിഭാഗത്തിനിടയിലും പൊതുസമൂഹത്തിലും സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ, അതായത് പൊതുവിൽ ഭിന്നശേഷി വിഭാഗത്തിന്റെ അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ ഇടപെടലുകൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയും സുശക്തി നെറ്റ്വർക്കിലൂടെ ഏറ്റെടുക്കപ്പെടും. ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വവും തുല്യനീതിയും അവകാശമാണെന്ന ബോധ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാശ്രയത്വം നേടുന്നതിനോടൊപ്പം തന്നെ സേവന തൽപരതയും ഭിന്നശേഷി വിഭാഗക്കാരുടെ ഇടയിൽ വളർത്തിയെടുക്കാൻ സുശക്തി പ്രവർത്തിക്കും. ഭിന്നശേഷിക്കാരുടെ കലാപരവും കായികപരവുമായിട്ടുള്ള മികവുകൾ വളർത്തിയെടുക്കാൻ അതിലൂടെ സാധിക്കും. അവർക്ക് വരുമാനദായകമായ സാധ്യതകൾ തുറന്നു കൊടുക്കാൻ സാധിക്കും. അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. അവരുടെ ആത്മബോധവും അവകാശബോധവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. ഇതെല്ലാം ഈ നെറ്റ്വർക്കിന്റെ ലക്ഷ്യമാണ്. സുശക്തിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ശുഭയാത്ര പദ്ധതിയിൽ സംസ്ഥാന വ്യാപകമായി വിതരണം ചെയ്യുന്ന 1800 സൈഡ് വീൽ സ്കൂട്ടറുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനവും
ഹസ്തദാനം സ്ഥിര നിക്ഷേപ പദ്ധതിയിലെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും കൂടി നിർവഹിക്കും. സുശക്തിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ബഹുമാനിയായ ചെയർപേഴ്സൺ ശ്രീമതി ജയ ഡാലിയാണ്. ഈ സുശക്തി സംഘങ്ങളുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ നടത്തിയത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ശ്രീമതി ജയ ഡാലി, അതുപോലെ MD ശ്രീ മൊയ്തീൻ കുട്ടി, ഗവേണിംഗ് ബോഡി അംഗം ശ്രീ ഗിരീഷ് കീർത്തി ഉൾപ്പെടെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ എല്ലാവരും ചേർന്നാണ്. നല്ല നിലയിലുള്ള പരിപാടിയായിട്ടാണ് ഇത് സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് വിശദ വിവരങ്ങൾ ഇതിനോട് ചേർത്ത് നൽകുന്നുണ്ട്. ഇത് ലോഞ്ച് ചെയ്യാണല്ലോ, തുടർന്ന് അങ്ങോട്ട് താഴെ തലത്തിൽ നിന്ന് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു വരണം. നമ്മള് രണ്ടു വർഷം മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് കാരണം ഭിന്നശേഷി സമൂഹത്തിന് ഈ സംവിധാനത്തെ കുറിച്ച് വരും എന്ന് ഉറപ്പുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില സംഘങ്ങളൊക്കെ അവർ ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ ഔദ്യോഗികമാക്കാണ് വേണ്ടത്. അതായത് പല മേഖലകളിലും സ്വയം സഹായ സംഘങ്ങൾ ഈ ഉദ്ദേശത്തോടു കൂടി തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് പല ഭിന്നശേഷി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ. അതിനെ ഔദ്യോഗികമായിട്ട് ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കണം. രൂപീകരിച്ചിട്ടില്ലാത്ത ഇടങ്ങളിൽ രൂപീകരിക്കണം. അതായത് ഇത് ബൈലോ ഒക്കെ തയ്യാറായി രജിസ്ട്രേഷനൊക്കെ ലഭ്യമാകുന്നതിനുള്ള ഒരു കാലം അതിനെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് അല്ലെ, 2 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ചു. അതോടുകൂടി അത് സംസ്ഥാനത്ത് മൊത്തം കഴിഞ്ഞ സർവേയുടെ അടിസ്ഥാനത്തിൽ 8 ലക്ഷം ഭിന്നശേഷിക്കാരാണ് ഉള്ളത്. അവരെ എല്ലാം ഈ നെറ്റ്വർക്കിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 8 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവർക്കും നേരിട്ട് ഇതിൽ പങ്കാളികളാകാൻ പറ്റുന്ന സാധ്യത ഇല്ല. തീവ്ര ഭിന്നശേഷിയുള്ളവരും ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുമായിട്ടുള്ളവർക്ക് നേരിട്ട് റെപ്രസന്റേഷൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ രക്ഷിതാക്കൾ, അമ്മയോ അച്ഛനോ എന്ന നിലയിൽ ഇതിൽ അംഗങ്ങളാകാമെന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ 8 ലക്ഷം എന്തായാലും ഇതിൽ വരണം, കവർ ചെയ്യണം. ഇപ്പൊ തന്നെ പല ഭിന്നശേഷി സുഹൃത്തുക്കളും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട്. സുശക്തി നിലവിൽ വന്നതിന് ശേഷം സുശക്തിയുടെ ബ്രാൻഡില് ആ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കണ്ടെത്തി നൽകാൻ കഴിയും. വിപണന കേന്ദ്രങ്ങൾ കൂടുതലായിട്ട് സജ്ജമാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലെ ഏബിൾ പോയിന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ ഏബിൾ പോയിന്റിന്റെ 1ാമത്തേതിന്റെ ഉദ്ഘാടനം നാളെയാണ്, കാക്കനാട്, എറണാകുളത്ത്. അപ്പൊ അതുപോലെ ഔട്ട്ലെറ്റുകൾ നമ്മൾ തയ്യാറാക്കും ഇവരുടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ. ഇപ്പൊ തന്നെ ഓൾറെഡി ഭിന്നശേഷിക്കാര് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. സോപ്പ്, പിന്നെ പേന, അങ്ങനെയൊക്കെയുള്ളത്. ബാങ്ക് വായ്പയൊക്കെ എങ്ങനെയാണോ കുടുംബശ്രീ സബ്സിഡി ഒക്കെ നൽകുന്നത് ആ രൂപത്തില് നൽകണം എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നതായ കാര്യം. എസ്റ്റാബ്ലിഷ് ചെയ്ത് വരണല്ലോ, തുടക്കമാണ്. പിന്നെ അതുപോലെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ലഹരിയുടെ ഉപയോഗം, ചൂഷണം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടി ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതിപ്പോ തന്നെ പറയാനായിട്ടില്ലല്ലോ. അത് അവര് തന്നെ സംഘങ്ങളായിട്ട് രൂപീകരിച്ച് അവരുടെ തന്നെ ഗവേണിംഗ് ബോഡിയൊക്കെ നിലവിൽ വന്നതിന് ശേഷം അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാണ് ശരി. സബ്സിഡി അത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുണ്ടാവില്ലായിരിക്കും. അത് അങ്ങനെയൊന്നുമില്ല. കുടുംബശ്രീ ഏത് രീതിയിലാണോ രൂപീകരിക്കപ്പെട്ടു പോകുന്നത് അതുപോലെ ടൈമൊന്നുമില്ല. അതെ, ഇപ്പൊ തന്നെ കൊടുക്കണ്ടല്ലോ ധാരാളമായിട്ട്.
പദ്ധതികളുണ്ട് ഭിന്നശേഷിക്കാർക്ക്. അത് കുറേം കൂടി ഇവരിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഇങ്ങനൊരു നെറ്റ്വർക്ക് ഉണ്ടാവുമ്പോൾ സഹായകരാണ്. പിന്നെ അവരിപ്പോ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് വീടുകളിലൊക്കെ. അതിനു പകരം ഒരു കൂട്ടായ്മ ഉണ്ടാവുമ്പോൾ പരസ്പരം തന്നെ അവർക്ക് സഹായിക്കാൻ കഴിയും കുറെ കാര്യങ്ങൾ. ആ പാരസ്പര്യം വളരെ ഒരു കരുത്താണ്. ആ പാരസ്പര്യത്തിന് ഗവൺമെന്റിന്റെ പിൻബലം കൂടി ഉണ്ടല്ലോ, സംഘടനാ സംവിധാനം വരികയാണല്ലോ. അപ്പൊ അത് അവർക്ക് ഏറെ ഗുണം ചെയ്യും. അതായത് വീടുകളിൽ ഇപ്പൊ ഒറ്റപ്പെട്ട് കഴിയുന്ന ഭിന്നശേഷിക്കാരും അവരുടെ അച്ഛനമ്മമാരും സമൂഹവുമായിട്ട് കുറെ കൂടി ഉൾച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരാൻ നല്ല സാധ്യതയാണ് ഇതിലൂടെ തുറന്നു കിട്ടുക. വിവിധ സംഘടനകളുടെ കീഴിൽ അല്ലെങ്കിൽ ഹോമുകളിലൊക്കെ ആയിട്ട് ഇത്തരം ഒരുപാട് ആളുകളുണ്ട്. അവരൊരു കുടുംബത്തിന് പുറത്ത് അല്ലെങ്കിൽ അനാഥത്വം അനുഭവിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ ഇതിൽ ചേർക്കാം. ഹോമുകളിലുള്ളവരും ചേർക്കാം. ഈ ഹോമുകളിലൊക്കെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സുശക്തിയുടെ ബ്രാൻഡിലേക്ക് അത് നൽകാൻ തയ്യാറാണെങ്കിൽ അത് ഏറ്റെടുത്ത് ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്യാം. ഇപ്പൊ കുടുംബശ്രീ ചെയ്യുന്നുണ്ടല്ലോ, കുടുംബശ്രീയുടെ ബാനറിൽ വിൽപ്പന ഉണ്ടല്ലോ, അതിനൊരു വിശ്വാസ്യതയുണ്ട്. ഗ്രാന്റ് കൊടുക്കുന്നു. ആരും ആക്കാം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ 10 മുതൽ 20 വരെയുള്ള വ്യക്തികളുടെ സംഘങ്ങൾ. തീരെ അതിൽ പാർട്ടിസിപ്പേഷൻ പറ്റാത്ത ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കളും. അതൊക്കെ വളരെ വ്യക്തമായിട്ട് ബൈലോയില് നിർവചിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ലേ രൂപീകരിക്കുക. ആദ്യത്തെ മെമ്പർഷിപ്പ് അവിടെ വിതരണം ചെയ്യും, 1-2 ആൾക്ക്. പിന്നെ ലോഗോ പ്രകാശനം, രജിസ്ട്രേഷൻ ഉദ്ഘാടനം. അതിന് പ്രാഥമിക ഒരു കമ്മിറ്റി ഇപ്പൊ ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നുള്ള നിലയില് ആദ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഉള്ള അടുത്ത സർക്കാർ അത് വിപുലീകരിക്കട്ടെ. ബൈലോ തയ്യാറാക്കൽ തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ലൂപ്പ് ഹോൾസ് ഒന്നും ഇല്ലാതെ നല്ല നിലയിൽ തന്നെ അത് തയ്യാറാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നടപടികൾ ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റിൽ വെച്ച് 2-3 തവണ ക്യാബിനറ്റിലൊക്കെ പോയി പാസ്സായി. അത് വളരെ നിർഭാഗ്യകരമായി പോയി. ഒരു മുന്നറിയിപ്പും കൂടാതെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പട്ടികജാതി വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വൈസ് ചാൻസലറെ പെട്ടെന്ന് കൊടുന്നനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായിട്ട് അറിയിപ്പ് കിട്ടുകയാണ്. അവർ സർവകലാശാലയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാത്രാമധ്യയാണ് അവർക്കത് ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ ബൗദ്ധികവും വൈജ്ഞാനികവും ഒക്കെ ആയിട്ടുള്ള മേഖലകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് സംഘപരിവാർ അജണ്ട. അതുകൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് യാതൊരു കൺസൾട്ടേഷനും നടത്താതെ ചെയ്യുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ്. യാതൊരു മുന്നറിയിപ്പും ആർക്കും നൽകാതെ ഏകപക്ഷീയായിട്ട് ഏകാധിപത്യപരമായിട്ട് ഇങ്ങനെ ലോക് ഭവനിൽ നിന്ന് തീട്ടൂരങ്ങൾ ഇറക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകാതെ ഇത്തരത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുക, അത് ഏകപക്ഷീയമായിട്ട് നടപ്പാക്കുക, അത് ശരിയായ കാര്യമായിട്ട് തോന്നുന്നില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ആലോചന നടത്തിയിട്ടില്ല. ഇങ്ങനെ ഈ വിവരം ഞാൻ അറിയുന്നത് മറ്റ് പലരും പറഞ്ഞിട്ടാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ലോക് ഭവനിൽ നിന്ന് ഒരു അറിയിപ്പ് ഓഫീസിലെത്തി. അതിനു മുമ്പ് യാതൊരുവിധ ഡിസ്കഷൻ നടത്തിയിട്ടില്ല. തന്നെയല്ല, അവര് ഒരു ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് തന്നെ
ഒരു കാരണവും കൂടാതെ നീക്കം ചെയ്യുകയാണ് ചെയ്തത്. തന്നെയല്ല, അതിന്റെ ഭാഗമായിട്ട് ചില പെർസിക്യൂഷൻസ് ഒക്കെ അവർക്ക് അനുഭവിക്കേണ്ടതായി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിർഭാഗ്യകരമായി പോയി എന്നാണ് പറയാനുള്ളത്. അതൊന്നും പറഞ്ഞിട്ടില്ല, കാരണമൊന്നും വ്യക്താക്കിയിട്ടില്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പുതിയ സിൻഡിക്കേറ്റിലേക്ക് ചാൻസലർ നോമിനേറ്റ് ചെയ്തു വന്നിട്ടുള്ള BJP അംഗങ്ങൾ അവരുമായിട്ട് നിരന്തരം വാക്കുതർക്കം ആകുകയും അവർക്കെതിരായിട്ട് ചാൻസലർക്ക് കത്തുകൾ അയക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗവർണറെ എന്തെങ്കിലും തരത്തിലൊരു വൈസ് ചാൻസലർ മാറ്റി അല്ലെങ്കിൽ മറ്റൊരു സർവകലാശാല തീരുമാനം എടുക്കും, ചുരുങ്ങിയ 1-2 വ്യക്തികളിലേക്കാണ് ഏത് സർവകലാശാലയാണ് ഏത് വിഷയമാണെങ്കിലും കേന്ദ്രീകരിക്കപ്പെടുന്നത്. വികാസ് തോമസിലേക്കാണ് ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് ഗവർണർ കാണുന്നത്. അതൊരു ശരിയായ രീതിയാണ്. എന്താണ്? അതായത് വളരെ ചാൻസലറുടെ വിംസ് ആൻഡ് ഫാൻസിക്ക് അനുസരിച്ച് തെരഞ്ഞെടുക്കേണ്ടതാണോ വൈസ് ചാൻസലറെ എന്നുള്ളത് അദ്ദേഹം സ്വയം വിമർശനപരമായിട്ട് പരിശോധിക്കട്ടെ. ഈ സംസ്ഥാന ഗവൺമെന്റിനൊന്നും അതിലൊരു അഭിപ്രായം പറയാൻ പാടില്ലേ, അഭിപ്രായം പറയാൻ സ്കോപ്പില്ലേ. അപ്പൊ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പാലിച്ചുകൊണ്ട് ചെയ്യേണ്ട ജനാധിപത്യ മര്യാദകൾ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ അപലപനീയമായിട്ടുള്ള കാര്യമാണ്. വളരെ അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളാണ് പ്രകടിപ്പിക്കുന്നത്. മുൻപ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അത് വേറെ രൂപത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെക്കാളും കിടുസും സങ്കുചിതവാദപരവുമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇപ്പോഴത്തെ ചാൻസലറായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്ക്. പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാല ബില്ല് ഉൾപ്പെടെയുള്ള ബില്ലുകൾക്ക് എന്തുകൊണ്ട് അംഗീകാരം നൽകിയില്ല എന്ന് ചോദിച്ചാൽ ചിരി മാത്രമാണ് അദ്ദേഹത്തിന് മറുപടി. മറ്റു ചിലരോട് അദ്ദേഹം അത് സ്ട്രിക്ട്ലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ ആണ് എന്ന് പറയുകയും ചെയ്തു. എന്താണ് ഈ ബില്ലിലെ അപാകത, അത് ചൂണ്ടിക്കാണിക്കൂ, ആ ഭാഗം നമുക്ക് മാറ്റാം എന്ന് പറയുമ്പോൾ അതിന് തയ്യാറല്ല. അപ്പൊ അത് കൃത്യമായും രാഷ്ട്രീയമായ നിലപാടുകളുടെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു നിലപാടുകളാണ്. അപ്പൊ അത് വളരെ കഷ്ടമാണ്. കാരണം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏറ്റവും ചിട്ടയോടെ ഏറ്റവും ക്രമവൽകൃതമായ ഒരു കാലാണത്. ഏറ്റവും കൃത്യമായിട്ട് പരീക്ഷകൾ നടത്തുക, റെക്കോർഡ് വേഗതയിൽ റിസൾട്ട് കൊടുക്കുക, ക്യാമ്പസുകളിൽ വലിയ അപാകതകളൊന്നും ഇല്ലാതെ എല്ലാവരും പുതിയ മാറ്റങ്ങളെ ഏറ്റെടുത്തു. 4 ഇയർ UG പ്രോഗ്രാം എല്ലാം വിദ്യാർത്ഥികൾക്ക് വലിയ ഫ്ലെക്സിബിലിറ്റിയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കിക്കൊണ്ട് നല്ല നിലയിൽ തന്നെ പുരോഗമിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അതിനെ കലുഷിതമാക്കുക എന്നുള്ളത് മാത്രമാണ് തന്റെ ചുമതല എന്ന നിലയിൽ ഈ സങ്കുചിത രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയുള്ള ഗവർണർ അത്രയും അങ്ങയുടെ എക്സ്ട്രീം പോയിട്ടില്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഭിന്നശേഷിക്കാരുടെ കാര്യം മറക്കരുത്.